ഇന്ന് ഇഡ്ഡലിക്ക് പറ്റിയ നല്ലൊരു ബീട്രൂട്ട് ചട്നി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ കുട്ടികൾക്കൊക്കെ ബീട്രൂട്ട് കഴിക്കാൻ ഒരു മടി ഉണ്ടാക്കും. ഈ രീതിയിലൊരു ചട്നി ഉണ്ടാക്കിയാൽ എല്ലാ കുട്ടികൾക്കും അത് ഇഷ്ടമാകും. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 2 വലിയ സവാള, 2 വെളുത്തുള്ളി, ഒരു 3 പീസ് ബീട്രൂട്ട്, ഒരു തണ്ട് കറിവേപ്പില. ഇത് നമുക്ക് ഒന്ന് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അധികം വലിയ പീസാക്കിയാലും കുഴപ്പമില്ല, മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. ഇതെല്ലാം നമുക്ക് ഇനി വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ ഉപ്പും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 5-6 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം മിക്സി ഗ്രൈൻഡറിലേക്ക് മാറ്റി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഇങ്ങനെ ഒരു ചട്നി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ചെറുതായിട്ടൊരു മധുരവും ആവശ്യത്തിനുള്ള എരിവും ഇതിലുണ്ടാകും. അത് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഈ ചട്നി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ.